യുവർ ഡോക്ടറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വളരെ വിശിഷ്ട ഒരു അതിഥി തന്നെ, ഒരുപക്ഷെ ഈ മേഖലയിൽ വളരെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 18 വർഷമായി NMC ഹോസ്പിറ്റൽ അബുദാബിയിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ വളരെ വിദഗ്ധമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിലുപരിയായി നിരവധി അവാർഡുകൾ ഇതിനകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. Antia Award for Best Publication in 2009 from Association of Plastic Surgeons of India. കൂടാതെ Specialist Achievement Award in Surgery 2008 from the Arab Health Award Dubai. Bharat Gaurav Award 2006 from Sushil Kumar Shinde, Honorable Minister for Home Affairs, Government of India, അദ്ദേഹം അവാർഡിന് അർഹനായിട്ടുണ്ട്. കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഫോർ സിംഗിൾ സ്റ്റേജ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ year 1996 from the Association of Plastic Surgeons of India കേരള ചാപ്റ്ററിന്റെ. കൂടാതെ നിരവധി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പബ്ലിക്കേഷൻസ്, ഹിസ് ഒറിജിനൽ വർക്ക്സ് വെർ പബ്ലിഷ്ഡ് ഇൻ സെവറൽ ഇൻഡെക്സ് പിയർ റിവ്യൂഡ് ഇന്റർനാഷണൽ ജേർണൽസ്. അതുപോലെ എഡിറ്റർ ബ്രസ്റ്റ് സർജറി സെക്ഷൻ, ആസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി ജേർണൽ, ഇന്റർനാഷണൽ എഡിറ്റർ ജേർണൽ ഓഫ് സൊസൈറ്റി ഫോർ വൂണ്ട് കെയർ ആൻഡ് റിസർച്ച്. അങ്ങനെ ശ്രീ വെങ്കടരത്നം ഡോക്ടറെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ കിടക്കുകയാണ്. ഒപ്പം ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ അവസരത്തിൽ, അല്ലെങ്കിൽ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ, നമ്മൾ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി NTV ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യ സ്റ്റെപ്പ്, അല്ലെ ആദ്യ ചവിട്ടുപടി എന്ന നിലയ്ക്ക് തന്നെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന് നമ്മുടെ MD നേരിട്ട് അയച്ച ഒരു കത്ത് 35,000 അല്ലെങ്കിൽ 31 വർഷമായി UAE-യിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും എത്തി നോക്കിയില്ല, പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്ന് മറ്റൊരു ചാനലും ഒരുപക്ഷെ മുൻകൈ എടുക്കാത്ത ഒരു കാര്യം തന്നെയാണ് NTV എടുത്തിരിക്കുന്നത്. ചെയർമാൻ ഫേസ്ബുക്കിൽ ഒരു ദിവസം കൊണ്ട് 35,000 പേർ ഇതിനകം വീഡിയോ കണ്ടു കഴിഞ്ഞു. ചെയർമാൻ അദ്ദേഹം ഒരിക്കലും അത് പ്രവാസികൾക്ക് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസികളിൽ ഒരുവനായി തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെയാണെന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ യാതൊരു പബ്ലിസിറ്റിയോ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല എന്ന് കണ്ടവരും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. എന്തായാലും ഏറ്റവും കൂടുതൽ ഇത്രയധികം പ്രവാസികളുള്ള UAE-യിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനായി ഒരു പ്രധാനമന്ത്രിയും ഇതുവരെ വന്നില്ല. അല്ലെങ്കിൽ ഈ ആകാശത്തിന് മുകളിലൂടെ പല രാജ്യങ്ങളിലേക്കും കടന്നുപോയിട്ടും UAE-യിൽ മാത്രം എത്തിയില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി NTV ഇടപെടുന്നു എന്നതിന്റെ ആദ്യ ചവിട്ടുപടി എന്ന നിലയ്ക്ക് തന്നെയാണ് അതിന്റെ ഇനീഷ്യേറ്റീവ്. NTV-യുടെ MD ശ്രീ മാത്തുക്കുട്ടി കടോൺ, അദ്ദേഹം തന്നെയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. അതിന്റെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കാണുക, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മുടെ ശബ്ദം, നമ്മൾ NTV-യിലൂടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ലോകമെമ്പാടും അറിയട്ടെ, അല്ലെങ്കിൽ എത്തേണ്ടവരുടെ ചെവിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി യുവർ ഡോക്ടറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ശ്രീ വെങ്കടരത്നത്തെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി എന്ന്, അല്ലെങ്കിൽ ഇന്ന് സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി മാറി വരികയാണ്. ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ശരീര ഭാഗം, മുഖമോ ചുണ്ടോ മൂക്കോ ചെവിയോ എന്തുമാവട്ടെ, ഉടനെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ശരിയാക്കി എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത്രയധികം പ്ലാസ്റ്റിക് സർജറി നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ മേഖലയിലെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ തന്നെ, ഡോക്ടർ ബി വെങ്കടരത്നത്തെ തന്നെ നമുക്ക് ലഭിച്ചത് വളരെ വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഡോക്ടറാണ് ഇന്ന് സ്റ്റുഡിയോയിൽ വരുന്നത് എന്ന് നമ്മൾ പോകാൻ തുടങ്ങിയത് മുതൽ info@ntv.com എന്ന ഇമെയിൽ ഐഡിയിലേക്കും 3939 എന്ന SMS ഐഡിയിലേക്കും നിരവധി മെയിലുകളും SMS-ഉമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. വളരെ വലിയൊരു ഇൻട്രഡക്ഷൻ ആണ്, എനിക്കറിയാം. അത്രയും ഇപ്പോഴും ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഡോക്ടർ മലയാളിയല്ല, പക്ഷേ അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ്. പക്ഷേ മലയാളം വളരെ നന്നായി സംസാരിക്കാനും വായിക്കാനും എഴുതാനും ഡോക്ടർക്ക് അറിയാം എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഡോക്ടറോട് ഇപ്പോൾ സംസാരിക്കാനായി പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് 0529462343 എന്ന നമ്പറിലേക്ക്. കൂടാതെ 3939 എന്ന SMS ഐഡിയിലേക്ക് പ്രേക്ഷകർക്ക് SMS-ഉം അയക്കാവുന്നതാണ്. ഡോക്ടർ,
നിരവധി ക്വസ്റ്റ്യനുകളാണ് പ്രേക്ഷകർ അയച്ചിരിക്കുന്നത്. മുഴുവനായും ചോദിക്കാൻ സമയം തികയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്താണ് പ്ലാസ്റ്റിക് സർജറി, എന്തുകൊണ്ടാണ് ഇതിനെ പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുന്നത്? ഈ പ്ലാസ്റ്റിക് സർജറി എന്ന പേര് ഗ്രീക്ക് വേർഡ് പ്ലാസ്റ്റിക്കോസ് എന്ന വേർഡിൽ നിന്നാണ് ഓറിജിൻ ചെയ്തത്. ഈ ഗ്രീക്കിൽ പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ മോൾഡബിലിറ്റിയാണ് അതിന്റെ മീനിങ്. ഈ പ്ലാസ്റ്റിക് സർജറിയിൽ we mold the tissues to the required shape and size. That's why it is termed as plastic surgery. Idile there are two main divisions. One is reconstructive surgery, the other is cosmetic surgery. In reconstructive surgery in division we treat the missing parts or damaged parts or deformed parts of the body, like congenital defects, cleft lip, palate, hand deformities, outside the body, any deformities, defects. We try to correct them or reconstruct them. And then by trauma കൊണ്ട് ഈ ബോഡി പാർട്സ് ഏതെങ്കിലും പോയാൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യും. വേറെ ബോഡി പാർട്സിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ബോഡി പാർട്സിൽ നിന്ന് ടിഷ്യൂസ് കൊണ്ടുവന്നിട്ട് മോൾഡ് ചെയ്തിട്ട് അത് ഉണ്ടാക്കി കൊടുക്കും ബോഡി മിസ്സിംഗ് പാർട്ടിനെ. പിന്നെ ബേൺസ് കൊണ്ട് ഡിഫോം ആയിട്ട് കേടായിട്ട് പോയ ഈ ബോഡി പാർട്സിന് പോലും റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ക്യാൻസർ, ചില ക്യാൻസർസ്, ഫോർ എക്സാമ്പിൾ ഓറൽ ക്യാൻസർസ്, ഇപ്പോൾ ഈ മാൻഡിബുലർ ക്യാൻസർസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർസ്, ഈ ക്യാൻസർ കൊണ്ട് ആ ബോഡി പാർട്ടിനെ എടുത്ത് കളയും ക്യാൻസർ ട്രീറ്റ്മെന്റിന്. ആ പാർട്ടിനെ ഞങ്ങൾ വീണ്ടും വേറെ ബോഡി ടിഷ്യൂസിനെ മോൾഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയും. പിന്നെ അടുത്തത്, ഇറ്റ് ഈസ് മോർ വെൽ നോൺ, ബെറ്റർ നോൺ, ദ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഈസ് ബെറ്റർ നോൺ ആസ് cosmetic surgery, that specialty. ഈ cosmetic surgery is related to beauty. ഈ ബ്യൂട്ടിയിൽ say for example any congenital deformity, വൃത്തികേടായിട്ട് നോസ് സൈഡിലോട്ട് പോയിട്ട് അങ്ങനെയുള്ളതിനും, പിന്നെ ഡ്യൂ ടു ഏജിങ്, ഡ്യൂ ടു ഗ്രാവിറ്റി, സാഗിങ് ഐലിഡ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളത് തൂങ്ങിക്കിടക്കുന്നതിന് ഫേസ് ലിഫ്റ്റ് ആയിട്ട് ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറയും, ഇതിന് റൈനോപ്ലാസ്റ്റി എന്ന് പറയും. പിന്നെ ലിപ്സ് ഏജ് അനുസരിച്ച് ലിപ്സ് തിന്നാകും, അതിനെ കുറച്ചുകൂടി ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫില്ലർ വെച്ച് ഇഞ്ചെക്ട് ചെയ്തിട്ടോ അത് കുറച്ച് റീജുവിനേറ്റ് ചെയ്യും. പിന്നെ വൃത്തികേടായിട്ടുള്ള ഇയർസിനെ ശരിയാക്കി കൊടുക്കും. പിന്നെ ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ബോഡി കോൺടൂറിങ്, ബോഡി ഷേപ്പ് മാറ്റും. ആവശ്യത്തിന് പേഷ്യൻസ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഡിസ്കംഫർട്ടബിൾ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഫാറ്റ് വി ഡു ലൈപ്പോസക്ഷൻ. അതേപോലെ ടമ്മി ടക്ക്, വയറ്റിൽ എന്തെങ്കിലും കൂടുതൽ ലൂസിനെസ് അല്ലെങ്കിൽ സൈസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കി കൊടുക്കും. അതിന് ടമ്മി ടക്ക് എന്ന് പറയും, അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. അതേപോലെ ബ്രസ്റ്റ് കോസ്മെറ്റിക് സർജറീസ് പോലും ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ബ്രസ്റ്റ് കോസ്മെറ്റിക് സർജറീസ് ചെയ്യും. ഈ മൊത്തം ഈ ഡിവിഷനെ കോസ്മെറ്റിക് സർജറി എന്ന് പറയും. എന്തായാലും ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടറാണ് വരുന്നതെന്ന് അറിഞ്ഞത് മുതൽ നിരവധി പ്രേക്ഷകരാണ് സംശയങ്ങൾ ചോദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വന്ന ഒരു ചോദ്യം ഭക്ഷണ രീതി കൊണ്ടാവട്ടെ, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും ഫാസ്റ്റ് ഫുഡ് വളരെയധികം നമ്മളിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ഇടയിൽ ബർഗറുകളാവട്ടെ, അങ്ങനെ പല ഫാസ്റ്റ് ഫുഡുകളാണ്. പ്രത്യേകിച്ച് സമയമില്ലാത്തൊരു പ്രശ്നവുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതോടുകൂടി വല്ലാതെ രീതിയിലാണ് അവർ തടിക്കുന്നത്. ഇപ്പം ചെസ്റ്റ് ഏരിയ ആവട്ടെ തടിച്ച് തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അതെ, ഈ there are two types of surgeries available for this condition. അത് ലോക്കലൈസ്ഡ് ബോഡി പാർട്സ്, അതായത് വയറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഫോർ സം പീപ്പിൾ ഇവിടെ ആംസിൽ, ലൈക്ക് ദാറ്റ് ലോക്കലൈസ്ഡ് ബോഡി പാർട്സിൽ കൂടുതൽ ഫാറ്റ് ആയിട്ട് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിനെ ലൈപ്പോസക്ഷൻ ചെയ്താൽ മതി. ഒന്ന്. രണ്ടാമത്തേത്, ഈ ബ്രസ്റ്റ്, ചെസ്റ്റ്, മെയിൽസ് ആണെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് വരും. അപ്പോൾ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് വന്നാൽ ആക്ച്വലി ബ്രസ്റ്റ് എൻലാർജ്മെന്റിന് ഇതിന് നേരിട്ട് ബന്ധമില്ല. ഈ ഒബേസിറ്റി എന്ന് പറയും, ഒബേസിറ്റിക്കും ബ്രസ്റ്റ് എൻലാർജ്മെന്റിനും ദർ ഈസ് നോ പ്രൂവ്ഡ് റിലേഷൻഷിപ്പ്. ബട്ട് ഈ those who are prone for breast enlargement, naturally by birth breast enlargement ചിലർക്ക് they are prone. There is no specified reason. ചില cancers
ടെസ്റ്റിക്കുലർ ട്യൂമേഴ്സ്, അതുപോലത്തെ if somebody is taking drugs, അങ്ങനെ very few known causes are there, but majority of the male breast enlargement, the cause is unknown. ഇത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അങ്ങനെ ഉള്ളവർക്ക് ഈ ഒബേസിറ്റി വന്നാൽ ഈ ഫാറ്റ് അതിലോട്ട് പോയിട്ട് സ്മോൾ എൻലാർജ്മെന്റിനെ കുറച്ചുകൂടി മാഗ്നിഫൈ ചെയ്തിട്ട് വലിയ എൻലാർജ്മെന്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിനെ ഈ ലൈപ്പോസക്ഷനോ അല്ലെങ്കിൽ സർജറിയോ ചെയ്തിട്ട് അതിനെ എടുത്ത് കളയും. ഫ്ലാറ്റ് ചെസ്റ്റ് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് മാത്രം എടുക്കാൻ പൈപ്പിലൂടെ ഒരു സ്മോൾ ഇഞ്ചക്ഷൻ, സ്മോൾ ഇൻസിഷൻ കൊടുത്തിട്ട് 1 സെന്റിമീറ്റർ പ്ലസ് ഓർ മൈനസ് ഇൻസിഷൻ കൊടുത്തിട്ട് ഒരു കാന്യുല ഉള്ളിലോട്ട് കയറ്റിയിട്ട് ആ കാന്യുലാനെ നെഗറ്റീവ് സെക്ഷനോ അല്ലെങ്കിൽ അൾട്രാസോണിക് എനർജിക്കോ അല്ലെങ്കിൽ ലേസർക്കോ കണക്ട് ചെയ്തിട്ട് ഈ ഫാറ്റിനെ മെൽറ്റ് ചെയ്താൽ ഈ സക്ഷൻ പവർക്ക് കൊണ്ട് അവൾ മെൽറ്റായ ബോഡി പാർട്സ്, ലിക്വിഡ് ഫാറ്റ്, അതൊക്കെ അത് പുറത്തു വരും. പക്ഷേ ഇതിലൊരു ഡേഞ്ചർ ഉണ്ട്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ അല്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ് ടു 40% ഓഫ് ദ സൈസ് ഇൻ അപ് ടു 40% ഓഫ് ദി പേഷ്യൻസ്, 40% വരെ സൈസ് 40% വരെയുള്ള പേഷ്യൻസിന് തിരിച്ചു വരും എന്ന് ലിറ്ററേച്ചറിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. തിരിച്ചു വരും. അപ്പോൾ പേഷ്യന്റ് ഒറ്റയടിക്ക് ഫ്ലാറ്റ് ചെസ്റ്റ്, നോ എവിഡൻസ്, നോ സ്കാർസ് ഉദ്ദേശിച്ചാൽ ഈ ലൈപ്പോസെക്ഷന് കാഷ്യസ് ആയിട്ട് പോകണം. ചിലപ്പം കിട്ടത്തില്ല, റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. അതിനെ ഒരു സ്മോൾ ഇൻസിഷൻ, ഹാഫ് സർക്കിൾ ഇൻസിഷൻ ബിലോ നിപ്പിൽ ചെയ്തിട്ട് അണ്ടർ അനസ്തീഷ്യ പോയിട്ട് അണ്ടർ ഡയറക്റ്റ് വിഷൻ കണ്ടുകൊണ്ട് ഈ ബ്രസ്റ്റ് മാസ് മൊത്തം, അത് ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ടാകും, അതിൽ ഫാറ്റ് ഉണ്ടാകും, മിക്ചറാണ്. അത് മൊത്തം അണ്ടർ വിഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഷേപ്പിംഗ് ലൈപ്പോസെക്ഷൻ കൊണ്ട് ചെസ്റ്റ് ഷേപ്പിംഗ് ചെയ്താൽ ഇനി വരത്തില്ല. സോ ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് പേഷ്യൻസിന് ചോയ്സ് കൊടുക്കാം. പേഷ്യൻസ് ചിലർ പറയും ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് ഒരു ടീഷർട്ട് ഇട്ടാൽ മതി, ഇപ്പൊ ടീഷർട്ട് പൊടിയിടാൻ പറ്റുന്നില്ല എനിക്ക്, അത് ഇട്ടാൽ മതി, കുറച്ച് വന്നാലും കുഴപ്പമില്ല, എനിക്ക് സിമ്പിൾ ട്രീറ്റ്മെന്റ് മതി എന്ന് പറയും. ചിലർ എനിക്ക് ഫ്ലാറ്റ് ചെസ്റ്റ് വേണം, ഐ കനോട്ട് ഇമാജിൻ മൈ ബ്രസ്റ്റ് എൻലാർജ്ഡ്, ഐ കനോട്ട് ലിവ് 1 minute വിത്ത് ദ ബ്രസ്റ്റ് എൻലാർജ്ഡ്, ഡു ഇറ്റ് ഫ്ലാറ്റ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് അഗൈൻ. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് എക്സേഷൻ ചെയ്തിട്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഇല്ല ഈ ബോത്ത് ടെക്നിക്സിൽ. ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി. ഇത് ഇനി അത് വർക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ there are some other techniques depending upon, എല്ലാവരുടെ ബ്രസ്റ്റ് ഒരേപോലെ അല്ല. മെയിൽ ബ്രസ്റ്റ് ചിലർക്ക് തൂങ്ങിക്കിടക്കും, ചിലർക്ക് പ്രൊജക്റ്റ് ആകും, ചിലർക്ക് വലുത്, ചിലർക്ക് ചെറുത്, അങ്ങനെ ഉണ്ടാകും. ഓരോരോ പ്രസന്റേഷൻ അനുസരിച്ച്, ഓരോരാളുടെ കണ്ടീഷൻ അനുസരിച്ച് പല ടെക്നിക്സ് ഉണ്ട്. ഈ ടെക്നിക്സിനെ മാച്ച് ചെയ്യണം. അതർവൈസ് വിൽ ഗെറ്റ് വെരി ഹോറിബിൾ റിസൾട്ട്സ്. പേഷ്യന്റ് ബ്രസ്റ്റ് മാസ് കുറഞ്ഞാലും വെരി ബാഡ് മാർക്സ് ഉണ്ടാകും, അതിന്റെ തെളിവുണ്ടാകും. നേരത്തെ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് ഉണ്ട് എന്ന് അതിന്റെ തെളിവുണ്ടാകും. സോ പേഷ്യന്റ് വിൽ നോട്ട് ബി ഹാപ്പി. സോ അങ്ങനെ ഒരു കെയർഫുൾ ആയിട്ട് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്താൽ പേഷ്യന്റിന് എന്താണോ വേണ്ടത് അത് തരാൻ പറ്റും. ഫ്ലാറ്റ് ചെസ്റ്റ്, നോ സ്കാർസ്, നോ ഹാങ്ങിങ് സ്കിൻ, നോ ലൂസ്ലി ബാഗ് പോലെ തൂങ്ങിക്കിടക്കുന്ന ഹാങ്ങിങ് സ്കിൻ ഉണ്ടാവില്ല, ഒരു തെളിവുണ്ടാവില്ല. അതുപോലത്തെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ പ്രോപ്പർ ടെക്നിക്സ് ഉപയോഗിക്കണം. എന്തായാലും വളരെ വിശദമായി തന്നെയാണ് ഡോക്ടർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് ഇപ്പം നിരവധി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇത്തരത്തിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ബോയ്സിൽ, ആൺകുട്ടികളിൽ ഇത്തരത്തിൽ ചെസ്റ്റ് ഇങ്ങനെ ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കുമ്പോൾ അത് എക്സസൈസ് കൊണ്ടും ഒക്കെ കുറക്കാൻ പറ്റുമോ, അതോ ഇതിന് തീർച്ചയായും ഈ പറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇതിനെ ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ പേഷ്യന്റ് ആക്സെപ്റ്റൻസ് ഓഫ് ദ കണ്ടീഷൻ. All patients up to 30% of the young boys is expected to have this according to the literature. പക്ഷേ ഈ 30% they are not unhappy with them. അതിൽ ഒരു 7% മാത്രം they are irritated by that. They can't face the ladies, they can't classmates, their society friends and all, and they are bothered by disturbed by the wrong names. Friends kaliyakum,
So they are withdrawn. Not only that, they are worried. Some of them on record, they are worried whether they can perform sexually after marriage also. പിന്നെ അങ്ങനെ ഒരു വിത്ത്ഡ്രോ ആയിട്ട് ഭയങ്കര മനപ്രയാസം ഉണ്ടാകും. ദേ ആർ വിത്ത്ഡ്രോൺ ആൻഡ് ദെൻ ഡിപ്രസ്ഡ്. അങ്ങനെ അവർക്ക് ഇത് മാറ്റി കൊടുത്താൽ ഭയങ്കര ഹാപ്പിനെസ്. ദേ പെർഫോമൻസ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇതുപോലത്തെ acceptance children, that means 23% or up to 23% they don't mind. Leave them alone. No need of treatment, it's not cancer, no danger. Leave them alone. But those who can't incorporate breast enlargement in their body image, they need treatment. For them the treatment is available with diet and exercise. It will not go. No medicines will cure. This is the surgical condition in the sense it should be treated by surgery only. There is no other chance. ഓക്കെ. അത് ഈ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഇപ്പം ഒരു നേരത്തെ ഒരു പ്രേക്ഷകന്റെ മെയിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് പൂർണ്ണമായിട്ടും മാറുമെന്ന് പറഞ്ഞു. ഏത് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇന്ന് ഏജ് ലിമിറ്റിൽ മാത്രമേ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാകാൻ സാധിക്കൂ? അങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടോ ഇതിന്? അതോ ഒരു കുട്ടിയിൽ ഇത്തരത്തിൽ ഒരുപക്ഷെ ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴോ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴോ ഇങ്ങനെ ബ്രസ്റ്റ് സ്കിൻ തൂങ്ങിയിട്ടുണ്ട് എന്ന് കണ്ട ഉടനെ സർജറിക്ക് വിധേയനാകാൻ സാധിക്കുമോ? സാധിക്കും. ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പം പറഞ്ഞതുപോലെ ഇത് സാധാരണ പ്രസന്റ് ചെയ്യുന്നത് ഏത് ഏജിൽ വേണമെങ്കിലും വരാം. പക്ഷേ മാക്സിമം വരുന്നത് ടീനേജിലാണ്. ടീനേജ് ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് സഫറേഴ്സ്. അവരുടെ സൈക്കോളജിക്കൽ പക്വതാണ്, മെച്യൂരിറ്റിയാണ് വേണ്ടത്. അതിനാണ് ബാധിക്കുന്നത്. ദാറ്റ് affects in the school performance also, that affects in their social contacts also. So ഏത് സമയത്ത് വന്നാൽ how is the condition now at the time of seeking treatment, അതനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. Any day age, there is no age bar. Commonest age group is teenagers, but it can come in any age is okay. Usually because it is not emergency, usual consideration is people prefer to get it done during their vacation. അപ്പോഴാണ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ? അല്ലെങ്കിൽ ഇതിന് സർജറിക്ക് ശേഷം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞതിന് ശേഷം ഇതിന് വിശ്രമം ആവശ്യമുണ്ടോ? എന്താണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്താണ്? എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ടൈപ്പ് ഓഫ് എ മൈനർ സർജറി ഓഫ് ദ മേജേഴ്സ്. Minor of the majors. So it is not very expensive compared. It comes under unfortunately it comes under the category of cosmetic surgeries, and no insurance companies will cover in the UAE. So angane oru situation lo any major surgery compare cheyidal idinte expenses less. So it is because it is not covered, patient or parents have to pay, but it is not expensive. Number one. Number two, the downtime. That is how long the patient has to take leave. The patient has to away from the office or school or college. Usually 1 week. Or which there are extremes. One same day, small breast enlargement, small surgery. Same day, there are people who went for duty. They are doing night duty, so daytime they get the operation done under local anesthesia, and then with the dressing on they are going. And on the other hand, about 7-8 days there are people who are taking rest. So the criteria to take rest or to join duty, according to me, is patient's comfort and confidence level. If by 3rd or 4th day the patient is confident that they can go back to their school or college or work, I have no problem, there is no health hazard involved. So this is the flexible, approximately 1 week plus or minus is the downtime if required. ഒരുപക്ഷെ ഈ സർജറി കഴിഞ്ഞു എന്ന് പുറത്ത് ആരും അറിയാതെ തന്നെ ഈ സർജറി ചെയ്യാവുന്നതാണ്. അത്രയും ചുരുങ്ങിയ ടൈം മാത്രമേ ഇതിന് വേണ്ടതുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയല്ല. സർജറി ടൈം എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ടൈമും കൺവലസൻസ് ടൈം, റിക്കവറി ടൈം, ഈ രണ്ടും വേറെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ റിക്കവറി ടൈം. ഓപ്പറേഷന് ഫോർ എക്സാമ്പിൾ നാളെ മൺഡേ ഓപ്പറേഷൻ ചെയ്താൽ അടുത്ത മൺഡേക്ക് ഉള്ളിൽ എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യാം. അതാണ് റിക്കവറി ടൈം. ഓപ്പറേഷൻ ടൈം എന്നത് 20 minutes മുതൽ 3 to 4 hours വരെ, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് കണ്ടീഷൻ. ഇപ്പോൾ ബിഗ് ബ്രസ്റ്റ്, ഹാങ്ങിങ് സ്കിൻ, inelastic skin, requiring extra procedures on the skin, extra procedures on the folds, different folds.
നൈസായിട്ട് ശരിയാക്കിയിട്ട് ഒരു ഫ്ലാറ്റ് ചെസ്റ്റ്, മിനിമൽ സ്കാർസ് എന്ന് പറഞ്ഞാൽ സ്കാർ അറൌണ്ട് ദ നിപ്പിൾ ഓൺലി. പിന്നെ ഒരു 3-4 months ആദ്യം പോകും. ഒരു തെളിവില്ലാതെ നൈസ് റിസൾട്ട് കിട്ടാൻ ചെയ്യാനായിട്ട് കുറച്ച് പണിയുണ്ട്, അതിൻ്റെതായ സമയമെടുക്കും. സോ 20 minutes സ്ട്രേറ്റ് ഫോർവേഡ് സ്മോൾ അണ്ടർ ലോക്കൽ അനസ്തീഷ്യ ചെയ്യാൻ പറ്റും. അതിന് 3-4 hours എടുക്കാൻ സാധ്യതയുണ്ട്. So it depends upon time of operation, depends upon the requirement to do what procedures are required for the given case. അതെ. മറ്റൊന്ന്, ഡോക്ടറുടെ നിരവധി അവാർഡുകൾ ഡോക്ടർ ഇതിനകം നേടി, അതിനെക്കുറിച്ച് അതിലേക്ക് കടക്കുന്ന ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി തോന്നുന്നു. ഓക്കെ, ഒരു ചോദ്യം. നിരവധി അവാർഡുകൾ ഈ മേഖലയിൽ ഡോക്ടർ നേടിയിട്ടുണ്ട്. എന്തിലാണ്, എങ്ങനെയാണ് ഈ അവാർഡുകളും മറ്റും ഡോക്ടറെ തേടിയെത്തുന്നത്? തീർച്ചയായും ഇതിലുള്ള സ്പെഷ്യൽ ഏത് മേഖലയിലാണ് ഡോക്ടർ ഇപ്പോൾ കൂടുതൽ ഫോക്കസ്? ഇതിന്റെ മറ്റ് സബായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? ഏതിലാണ് കൂടുതൽ? ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഏതിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? Actually, the plastic surgery is a vast specialty. Head to toe, all conditions ഉണ്ട് ഇതിൽ. So there is no predilection for me regarding one particular condition. Okay. So my tendency is, when my training, when the available literature, my understanding and contemporary practice, my colleagues cannot give any satisfactory solution for a plastic surgery condition, that is my favorite. Okay. So adi both reconstructive surgery lo undu, cosmetic surgery lo undu. I have contributions, I have research projects, I have publications, my own works, my own projects are there in different parts of different fields of different areas of plastic surgery. Adayide, for example, ee breast thanne, when I came here, I have seen people coming and crying, "Doctor, I got the operation done outside, it is coming back." Then why it is coming back? That's how my mind goes. That's how. Then some people from different countries, they got operations done, and they got very bad scars, very thickened scars, keloids, and they are burning, they are painful. So why it is coming, how to avoid, this is how I keep working. And whatever I get, I point upon the points, I accumulate, I analyze, and if there is something which we can improve upon, I prepare a protocol, and then I make it a research project, and then I do the study, and then I submit the study after taking ethical committees permissions and everything. So that's how my contributions are there in breast surgeries, both male and female, and then lymphedema, the leg ബോധക്കാൽ എന്ന് പറയും, എലിഫന്റിയാസിസ് എന്ന് പറയും. അതിൽ എൻ്റെ ഓൺ ക്ലാസിഫിക്കേഷൻസ്, എൻ്റെ ഓൺ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെ വൂണ്ട് കെയറിൽ ഐ ഹാവ് ഡിവൈസ്ഡ് എ കപ്പിൾ ഓഫ് ന്യൂ ടെക്നിക്സ്. വേറെ, ഞാൻ നേരത്തെ ഡോക്ടറുടെ ഇത് വായിച്ചപ്പോൾ ഞങ്ങൾ പുതുതായി ഒരു സർജിക്കൽ എക്യുപ്മെന്റ് ഡോക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വേൾഡിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തേതാണെന്ന് തോന്നുന്നു. അത് അത്തരത്തിലൊരു എന്താണത്, അതിനെക്കുറിച്ച്? അതെ, ആദ്യത്തെ തന്നെ പറഞ്ഞാൽ അത് വേൾഡ് സ്മോളസ്റ്റ് ആണ്. അതായത് വെൻ we are doing plastic surgery, fine surgeries like eyelid surgeries, in the hand surgery, digital nerve repairs, and കൊച്ചു കുട്ടികളുടെ common accident is door crush injuries, ഫിംഗറിലെ ഡോർ ക്രഷ് ഇഞ്ചുറീസ്. പിന്നെ ഇതുപോലത്തെ ഫൈൻ സർജറീസ് ചെയ്യാനുണ്ടെങ്കിൽ, പിന്നെ വാസോവാസാസ്റ്റമി, കുട്ടികളിൽ വേണ്ട മാറ്റി വയ്ക്കാനായിട്ട് ചെയ്ത ഓപ്പറേഷൻസിന് ചിലപ്പോൾ തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതുപോലത്തെ ഈ ഫൈൻ സർജറീസ് എല്ലാം, കോസ്മെറ്റിക് സർജറീസ് ഉൾപ്പെടെ ഫൈൻ സർജറീസ് എല്ലാം ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള നീഡിൽ ഹോൾഡേഴ്സ് 4.5 inches ആൻഡ് ലോങ്ങറാണ്. അത് ഒരു ആ ലിവറേജ് അനുസരിച്ച് കിട്ടാൻ വേണ്ടി ബൈറ്റ് എടുക്കുമ്പോഴും നാട്ടിടുമ്പോഴും സംടൈംസ് ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ് 3 to 4 inches ഡിസ്റ്റൻസ് ടാർഗറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് 3 to 4 inches ഡിസ്റ്റൻസിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കട്ട് ത്രൂ ആവുന്നുണ്ട് ടിഷ്യൂസ്. എനിക്ക്
ആകെ 6 millimeters ടിഷ്യൂസ് ഉണ്ട് കൊച്ചുകുട്ടികളുടെ ഫിംഗർ ഫ്ലാപ്പ് ചെയ്യാനായിട്ട്. അതിൽ ഒരു ഭാഗം കട്ടായാൽ അതിന് 1 millimeter അങ്ങോട്ട് 1 millimeter ഇങ്ങോട്ട് ഇനി പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ റിസൾട്ട് കോംപ്രമൈസ് ആകേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയത് ചെയ്യാൻ ഐ എം അനേബിൾ ടു ഡു എന്ന ഒരു മനപ്രയാസമുണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് ദി manufacturers, instrument manufacturers around the world, America, Australia, India, UAE, Pakistan, Chile. I have been asking, I want the specifications. It should be 90 millimeters. It should be accommodated in the palm. Specific teeth, specific jaw, specific diamonds, specific number, specific configuration ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പ്രയോജനമായിരിക്കും എന്നെ ഉദ്ദേശിച്ച് എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഡല്ലാസിൽ ഒരു ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ ഉണ്ടാക്കി തന്നെ. അപ്പോൾ അത് 90 millimeters ആണ്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ലിവർ ആം പോയി. സോ ദ കോൺസെപ്റ്റ് ഓഫ് suturing itself is changed. ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്നത് പോലെ അത്ര പ്രിസിഷൻ കിട്ടും. That turned out to be the manufacturer gave my name to that instrument. It is available in the USA at present as Venkatratnam needle holder from VSSII company from Dallas, Texas. It is available and we are in the process of patenting in different countries, and it turned out to be the smallest needle holder in the world. Excellent. Congratulations for that. Thank you. Okay. വിശദമായ സർജറിയിലേക്കും മറ്റും കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരും.